നമ്മുടെ മോഹൻ പറയുന്നു ഇന്ന് എസ് കെ എൻ എന്തോ വളരെ സന്തോഷമാണല്ലോ. തീർച്ചയായിട്ടും നാളെ മുതൽ പല അവശ്യ വസ്തുക്കൾക്കും വില കുറയും എന്നുള്ളത് ചെറിയ കാര്യമാണോ? GST 4 സ്ലാബിൽ നിന്ന് 2 സ്ലാബായി കുറഞ്ഞത് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഉപകാരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ശ്രീരാജ് കാലിക്കറ്റ് പറഞ്ഞ എന്തൊക്കെ മേഖലയിലാണ് ഇളവുകൾ വരുന്നത് എന്നൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. വിശദീകരണം വരുന്നു. നമ്മുടെ കൃഷ്ണ ചെറിയാൻ ഒരു എക്സ്പ്ലെയിനർ നിങ്ങൾ കാണാൻ പോകുന്നു. GST പരിഷ്കരണം നാളെ മുതൽ പ്രാബല്യത്തിലാകുന്നു. 4 സ്ലാബുകൾ 2 കുറഞ്ഞു. ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടം ആലോചിക്കുന്നുണ്ടാവാം? കൃഷ്ണ ചെറിയനിലേക്ക് പോകാം നമുക്ക്. 5, 12, 18, 28 ഈ 4 GST സ്ലാബുകൾ പഴങ്കഥ. ഇനി 5ഉം 18ഉം മാത്രം. 4 സ്ലാബുകൾ 2 ചുരുങ്ങുമ്പോൾ വിലക്കിഴിവിന്റെ സുന്ദര സുരഭില കാലമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തിനൊക്കെ നിരക്ക് കൂടും, എന്തിനൊക്കെ നിരക്ക് കുറയുമെന്ന് നോക്കാം. പാലിനും പനീറിനും ഇനി GST ഇല്ല. 5% ചരക്ക് സേവന നികുതി സ്ലാബിലുണ്ടായിരുന്ന പാലും പനീറും GST രഹിതരാകുമ്പോൾ ഗണ്യമായ കുറവാണ് പ്രതീക്ഷിക്കുന്നത്. നെയ് മുതൽ പനീർ വരെ 700 ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ചെന്ന് അമുൽ അറിയിച്ചിട്ടുണ്ട്. വെണ്ണ, നെയ്യ്, ചീസ് ബ്ലോക്ക്, ഐസ്ക്രീം, ഫ്രോസൺ സ്നാക്സ് അങ്ങനെ വില കുറയുന്ന അമുൽ ഉൽപ്പന്നങ്ങളേറെ. അപ്പോൾ എന്താവും പാലിന്റെ അവസ്ഥ? പാക്ക് ചെയ്ത പാൽ GSTയിൽ പെടുമായിരുന്നില്ല. അതുകൊണ്ട് അതിന്റെ വിലയും മാറില്ല. ചായ കാപ്പി പ്രിയർക്കും സന്തോഷിക്കാം. തേയിലയും കാപ്പിപ്പൊടിയും 18% നിന്ന് 5% മാറുകയാണ്. ചായക്കൊപ്പം കുറിക്കാൻ ബിസ്ക്കറ്റും ബേക്കറി ഉൽപ്പന്നങ്ങളും, ഫാസ്റ്റായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കോൺഫ്ലേക്സും വില കുറഞ്ഞ് റെഡിയാകും. ഇതുപോലെ 18 നിന്ന് 5 ചാടിയ മറ്റ് 2 ഇനങ്ങളാണ് ഐസ്ക്രീമും ചോക്ലേറ്റും. ചുരുങ്ങിയ ചെലവിൽ കുറച്ച് സൗന്ദര്യ സംരക്ഷണമായാലോ? സോപ്പ്, ഷാംപൂ, ബ്രഷ്, പേസ്റ്റ് ഇവയെല്ലാം 18 നിന്ന് 5 എത്തിയിട്ടുണ്ട്. ടാൽക്കം പൗഡർ, ഫേസ് പൗഡർ, ഷേവിംഗ് ക്രീം, ആഫ്റ്റർ ഷേവിംഗ് ലോഷൻ എന്നിവയ്ക്കും വില കുറയും. 2500 താഴെയുള്ള ചെരുപ്പിനും കുടയ്ക്കും വില കുറയും. 12% നിന്ന് 5%ലേക്കാണ് GST കുറയുന്നത്. നന്നായി ഒന്ന് തണുപ്പിക്കാൻ AC 28% GST 18%ലേക്ക് മാറും. വില കൂടുതലായതുകൊണ്ട് ഡിഷ് വാഷറും TVയും പ്രൊജക്ടറും ഒക്കെ വേണ്ടെന്ന് വെച്ചവർക്കും ഇനി 18% നികുതി നൽകി ദീപാവലിക്കൊരെണ്ണം വീട്ടിലെത്തിക്കാം. സോണി, സാംസങ്, കോൾഗേറ്റ്, പാർലെ, LG, വോൾട്ടാസ്, ഡെയ്കിൻ, ഗോദ്രേജ് അപ്ലയൻസസ്, പാനസോണിക്, ഹയർ തുടങ്ങിയ മുൻനിര കമ്പനികൾ ഇതിനകം തന്നെ പുതുക്കിയ വില വിവരം പുറത്തുവിട്ട് കഴിഞ്ഞു. ഇഷ്ടവാഹനങ്ങൾക്ക് വില കുറച്ച് മിക്ക കമ്പനികളും രംഗത്തെത്തി. ടാറ്റ, ഹണ്ടേ, മാരുതി, സ്കോഡ, കിയ, നിസാൻ കമ്പനികൾക്ക് മത്സരിച്ചാണ് വിലക്കിഴിവ് നൽകുന്നത്. വീട്ടിലെ കുട്ടികളുടെ പഠന ചെലവും കുറയും കേട്ടോ. മാപ്പും ചാർട്ടും ഗ്ലോബും പെൻസിലും ഇറേസറും ട്രയോണും നോട്ട്ബുക്കും ഒക്കെ കുറഞ്ഞ വിലയിൽ കിട്ടും. ഇവയിൽ പലതിനും GST ഇല്ല. വില കൂടുന്നവയുമുണ്ട്. 2500 രൂപയിലേറെയുള്ള കുപ്പായങ്ങൾ ഇടാൻ കൂടുതൽ പണം മുടക്കേണ്ടി വരും. ഇവയുടെ GST 28%. കാർബണേറ്റഡ് ഫ്രൂട്ട് ഡ്രിങ്കുകളും മറ്റ് നോൺ ആൽക്കഹോളിക് പാനീയങ്ങളും ഇനി 40% സ്ലാബിലായിരിക്കും. സിഗരറ്റുകളും സ്മോക്കിംഗ് പൈപ്പുകളും ഒക്കെ 40% സിൻ ടാക്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന് ചെലവ് കുറയും. നിരവധി ജീവൻ രക്ഷാ മരുന്നുകളെയും ആരോഗ്യ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തെയും GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങൾക്കും വില കുറയും. ഹെൽത്ത് ക്ലബ്ബുകൾ, സലൂണുകൾ, ബാർബർ ഷോപ്പുകൾ, ഫിറ്റ്നസ് സെന്ററുകൾ, യോഗ തുടങ്ങിയ സേവനങ്ങൾ ഉൾപ്പെടെയുള്ള സൗന്ദര്യ ശാരീരിക ക്ഷേമ സേവനങ്ങളുടെ GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റോടെ 18% നിന്ന് നികുതി ക്രെഡിറ്റ് ഇല്ലാതെ 5% കുറച്ചിട്ടുണ്ട്. സിമന്റിന്റെ GST 28% നിന്ന് 18% കുറച്ചതിനാൽ വീട് പണിയുന്നവർക്ക് ഗുണം ലഭിക്കും. ഗ്രാനൈറ്റിനും വില കുറയും. നെക്സ്റ്റ് ജെൻ ടാക്സ് എന്ന് വിലയിരുത്തലുള്ള GST 2.0 നിലവിൽ വരുന്നതോടെ മാസം കുടുംബ ബജറ്റിൽ നല്ലൊരു തുക ലാഭിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. GST കുറച്ചത് ആദ്യഘട്ടം. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് 2ാം ഘട്ടമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത്. ആ 2ാം ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.